നിങ്ങളുടെ മകളുടെ ജീവിതം ഇപ്പൊ തന്നെ സേഫ് അല്ലേ? പ്രസാദ് അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു തരൂ. അത് കള കഴിപ്പിക്കാൻ അറിയാമെങ്കിൽ ഒഴിപ്പിക്കാനും ഈ രാജഗോപാലൻ അറിയാം. ഞാൻ പുറമേന്ന് വന്നവളാ, എങ്കിലും ഞാൻ ഈ കുടുംബത്തിലെല്ലാരെയും എൻ്റെ സ്വന്തമായിട്ടാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അവകാശത്തിൽ ഞാൻ അപേക്ഷിക്കുക. നിങ്ങളിവളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോരുത്. അതെങ്ങനെയാ ശരിയാവുക? പക്ഷെ വിശാലക്ഷമളെ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്ര പെട്ടെന്ന് തള്ളിക്കളയുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതാ, ഇവളെ കൊണ്ടുപോകാതിരിക്കുന്ന എനിക്കെന്താ ഉറപ്പ്? ആ ഉറപ്പ് നിങ്ങൾ തരാമോ? എൻ്റെ മോളെ ഞാനങ്ങ് തന്നേക്കാം. നിങ്ങൾ എന്തോ പണി ചെയ്തോ? തല്ലണോ? തല്ലിക്കോ? കൊല്ലണോ? കൊന്നോ? വളർത്തണോ? അതും ചെയ്തോ? എനിക്ക് 100 സമ്മതാ. സ്നേഹം കണ്ടോ? ഈ കുടുംബത്തില് നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ ഞാൻ കേൾക്കും. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കേട്ടു. ഇനി ചെയ്യേണ്ടത് നിങ്ങളാ. പറ, ഇവർക്ക് എന്തു കൊടുക്കും? അല്ല, പ്രസാദിനൊരു കരക്കെത്തിക്കാൻ ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈസിയായിട്ട് സാധിക്കും. കരുണാകരൻ മുതലാളി കൂടി വന്നാൽ ബ്ലേഡ് ബാങ്ക് അവന് കൊടുത്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെറും നിസ്സാരല്ലേ? നിങ്ങൾ പ്രസാദിന് എന്തു കൊടുക്കും? അത് കേൾക്കട്ടെ. എന്തു കൊടുക്കും എന്ന് എനിക്കിപ്പൊ പറയാനാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പു തരാം, അവൻ ഒന്നുമില്ലാതെ വഴിയിൽ തെണ്ടേണ്ടി വരില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല. സ്വത്തിന്റെ നേർപ്പകുതി പ്രസാദിനാണെന്ന കരുണാകരൻ മുതലാളി കല്യാണ സമയത്ത് പറഞ്ഞത്. അത്രയില്ലെങ്കിൽ വേണ്ട, ഒരു 4 അംശമെങ്കിലും. വിൽപത്ര പ്രകാരം എല്ലാ സ്വത്തുക്കളും എനിക്കുള്ളതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ മുരുകന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സ്വത്തിനോടും സ്വർണത്തിനോടും അത്യാർത്തിയില്ല. മുരുകന്റെ അച്ഛൻ്റെ സ്വത്ത് അദ്ദേഹമായി രക്തബന്ധമുള്ളവർക്ക് കൊടുത്തിട്ട് വൈകാതെ ഞാൻ കോയമ്പത്തൂരിലെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതാണ് മഹത്വം. ഇതാണ് ശരിയായ ത്യാഗം. ഇങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷേ പാത്രം അറിഞ്ഞേ ഞാൻ ദാനം നൽകൂ. എന്ന് വെച്ചാൽ തൽക്കാലം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഞാൻ വെട്ടിമുറിക്കുന്നില്ല. എല്ലാ സ്വത്തും ഒരു വ്യക്തിയുടെ പേരിലേക്ക് മാറ്റും. ആർക്കെല്ലാം എന്തെല്ലാം കൊടുക്കണമെന്ന് ആ വ്യക്തി തീരുമാനിക്കും. ഒന്ന് തെളിയിച്ചു പറയൂ. എല്ലാ സ്വത്തും എൻ്റെ 3 നാത്തൂമാരിൽ മൂത്തവളായ സുശീലയ്ക്ക് കൊടുക്കും. അതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വീടുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നിൽക്കാനാ പറഞ്ഞ അച്ഛാ, ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. നിന്റെ ജീവിതം തകർന്നു കഴിഞ്ഞു. എന്റെ മകളുടെ ജീവിതം തകരാനുള്ളതല്ല. എന്നേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ഒരു മരുമകനെ എനിക്ക് കിട്ടും. നീ ഇപ്പൊ വെറും ഒരു തെണ്ടി. എന്റെ മോളെയും ഞാൻ തെണ്ടിയാക്കണോ? നേരടി കാണുന്നത്. ചേട്ടത്തിയുടെ തീരുമാനം ശരിയായില്ല, ഒട്ടും ശരിയായില്ല. അത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടത്തിക്ക് തെറ്റി. ഈ സ്വത്ത് എനിക്ക് മാത്രമായി തരുന്നത് എന്തടിസ്ഥാനത്തിലാണ് ചേട്ടത്തി? വല്യേട്ടന് ഞങ്ങൾ 4 കൂടപ്പിറപ്പുകൾ കൂടിയുണ്ട്. 4 പേർക്കും തുല്യമായി അവകാശപ്പെട്ട സ്വത്താ. അഥവാ എന്തെങ്കിലും അവകാശക്കുറവുണ്ടെങ്കിൽ അതെനിക്കാണ്. കാരണം ഞാനാണല്ലോ
വല്യേട്ടനെ ധിക്കരിച്ചിറങ്ങിപ്പോയത്. എനിക്ക് വേണ്ട. എനിക്കും എൻ്റെ മോൾക്കും പേടിക്കാതെ കിടന്നുറങ്ങാൻ ഒരിടം മാത്രം മതി. അത്രയും ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അതേ ആഗ്രഹമുള്ളൂ. നീ ഇങ്ങനെ ഒരു മണ്ടി. ഡേ, നിനക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാ, അതാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും കിട്ടുന്ന സ്വത്തും പണവും വേണ്ടെന്ന് പറയുമോ? നിനക്ക് ഞാൻ തരുന്നത് ഒന്നും കാണാതെ ഒന്നുമല്ല. നിന്റെ വല്യേട്ടൻ ഈ കാണുന്ന സ്വത്തും പണവും പിശുക്കി പിശുക്കി ഉണ്ടാക്കിയിട്ടതാ. അതൊക്കെ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്താ അപ്പോഴേ ആവിയാക്കി കളയും. നിന്റെ കയ്യിലാണെങ്കിൽ അത് അവിടെ കാണും. മറ്റൊരു വഴിയാധാരായാലും അവർക്ക് കേറിക്കിടക്കാൻ ഒരിടം കാണും ഇവിടെ. മാത്രമല്ല, സുകുമാരനെ നോക്കാനും ആരെങ്കിലും വേണ്ടേ? എന്റെ 3 നാത്തൂന്മാരില് നിനക്ക് മാത്രമേ ഉള്ളൂ നന്മയും മനസാക്ഷി. വേണ്ട, എല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് തരണ്ട ചേട്ടത്തി. അതിനി എന്ത് ന്യായം കണ്ടുപിടിച്ചാലും എനിക്ക് യോജിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്, എന്നെ അവർക്ക് കണ്ടുകൂടാ. എനിക്ക് സ്വത്ത് തന്നാൽ അവർക്കുള്ള ശത്രുത കൂടുകയുള്ളൂ. ചേട്ടത്തി അന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം എന്നെ സുഭദ്രയെ എങ്ങനെയൊക്കെ അവർ ഉപദ്രവിച്ചതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൂടപ്പിറപ്പുകളെന്നോ മനുഷ്യജീവികളെന്നോ പോലും യാതൊരു പരിഗണനയും അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് പേടിയ ചേട്ടത്തി പണത്തെ. അത് കയ്യിലുണ്ടെങ്കിൽ അപകടമേ ഉണ്ടാകൂ. സുഭദ്രയുടെ അച്ഛൻ തന്നെ അന്ന് കയ്യിൽ പണവുമായി വന്നതുകൊണ്ടല്ലേ അങ്ങനെ? ഈശ്വര, കുത്തുകൊണ്ട് വീണ് അദ്ദേഹം പുളയുന്നത് ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ തന്നെ എല്ലാ അപവാദങ്ങളും പറഞ്ഞു പരത്തി. അതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന്. ഡേ, ജീവിക്കാൻ പണം വേണം. നിന്റെ ഭർത്താവിനെ കൊന്നത് ആരാ? അവനേക്കാൾ പണം കൂടുതലുള്ളവൻ. അതുകൊണ്ടല്ലേ ആ കേസ് ഇപ്പോഴും തെളിയാത്തത്. അതല്ല, നിന്റെ കയ്യിലായിരുന്നു പണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നിന്റെ ഭർത്താവിനെ കൊന്നവനെ എപ്പോഴേ പിടിച്ചെന്നെ. ആ കൊലയാളി നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെ? പണം കൊണ്ട്. നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നെ പരമാവധി ദ്രോഹിച്ചു. പിന്നെ എൻ്റെ കാല് പിടിച്ചു. എങ്ങനെ? പണം കൊണ്ട്. സുശീലേ, ഈ ലോകം പണമുള്ളവൻ്റെയാ. അതില്ലാതെ ആയാൽ ആരും തിരിഞ്ഞു നോക്കില്ല. മാത്രമല്ല, പരമാവധി അവമാനിക്കാനും ചൂഷണം ചെയ്യാനും ശ്രമിക്കുകയും ചെയ്യും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തു. അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നട്ടെ, അപ്പം അത് മാറ്റാം. കരയരുത്. ദേ, നീ ഒരിക്കലും കരയരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ചേട്ടത്തി ഇങ്ങനെ പറയുന്നത്. ഈ സ്വത്തുക്കൾ നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ആർത്തി പിടിച്ച നിന്റെ അനിയത്തിമാർക്ക് നാളെ ഒരു കഷ്ടകാലം വന്നാൽ നീ അവരെ സഹായിക്കും. എനിക്കറിയാം. സുകുമാരൻ പാവം, സംസാരിക്കാൻ വയ്യെങ്കിലും ഹൃദയം കൊണ്ട് അവൻ വളരെ വലിയവനാ. നീയാണെങ്കിൽ അവനെ നല്ല രീതിയിൽ നോക്കും. അതുകൊണ്ട് നീ ആദർശമൊന്നും പറയണ്ട, എന്നെ അങ്ങോട്ട് അനുസരിച്ചാ മതി. ചേട്ടത്തി, എനിക്കും എൻ്റെ മോൾക്കും എന്തെങ്കിലും തന്നാ മതി. മിണ്ടരുത്. ഇനി നീ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ നീ അനുസരിക്കണം. നിന്റെയും നിന്റെ മകളുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. കരയരുത് മോളെ, കരയരുത്, കരയരുത്. വേണ്ട, കരയരുത്. മുഴുവൻ സ്വത്തും ആ പട്ടത്തെ സുശീലയുടെ പേരിൽ എഴുതി വെക്കും. എന്റെ ദൈവമേ, അങ്ങനെ സംഭവിച്ചാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ സാഹചര്യത്തിലെങ്കിലും നമ്മളൊന്ന് ഒന്നിച്ചു നിൽക്കണം. പുതിയ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. ഒന്നിച്ച് നിന്ന് എനിക്ക് കാല് കഴിക്കുന്നു. നമ്മളെല്ലാരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിൽക്കുന്ന പോലെ ഒരുമിച്ച് നിന്നാ ആ തമിഴത്തി എടുത്ത തീരുമാനം മാറ്റുമോ? തോക്കിക്കേറി വെടിവെക്കല്ലേ പ്രസാദേ. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേക്ക്. പറ. നമ്മുടെ ഇത് കുറച്ച് സീരിയസ് പ്രതിസന്ധിയാ. ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡൈ ഓർ കിൽ സിറ്റുവേഷൻ. എന്ന് വെച്ചാ കില്ലെന്ന് പറഞ്ഞ കൊല്ലാനോ? എന്ത് ഈ പറയുന്നത്?
വല്യേട്ടന്റെ സ്വത്ത് നമുക്ക് കിട്ടാതെ പോവാ. എനിക്ക് ആ തള്ളയും മോളെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഒരു നല്ല തോക്ക് സംഘടിപ്പിച്ചു തരാമോ? ഞാൻ കൊല്ലാം. ജയിലിൽ പോയാലും വേണ്ടുകല. മനുഷ്യരുടെ ജീവിതം നശിപ്പിച്ചേച്ച് പിന്നെയും കയറി വന്നിരിക്കുക. ദേ, ലളിത ചേച്ചിക്ക് അറിഞ്ഞൂടായോ? ഈ സ്ത്രീ ഒറ്റ ഒരുത്തി കാരണമാ വല്യേട്ടൻ ചേച്ചി ഒരു മണുങ്ങൂസനും എന്നെ ഇച്ചിരി ഇല്ലാത്ത പ്രായത്തിൽ ഒരു തൊഴിലില്ലാത്തവനും കെട്ടിയേൽപ്പിച്ചു കൊടുത്തത് അല്ലേ? മൂത്തവളെ ഡ്രൈവറുടെ കൂടെ ഓടിപ്പോയത് കൊണ്ടല്ലേ നമുക്ക് നല്ല കുടുംബങ്ങളിൽ നിന്നും ആലോചനകളൊന്നും വരാഞ്ഞത്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ആ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ പിന്നെയും പഴംപുരാണം എടുത്തിടരുത്. കൊല്ലുക എന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെ കൊല്ലും, ആര് കൊല്ലും? അമ്മ കപ്പലിന്റെയും ചിപ്സും മിക്സറും ഒന്നും കുറിക്കുന്ന പോലെ അല്ല കൊല. ഡാ, അതിനു മുമ്പ് ആരെ കൊല്ലണമെന്ന് ചോദിക്കേ. ആ, നമ്മുടെ തറവാടിന്റെ മാനം കെടുത്തിയവളെ. ഏയ്, അത് ശരിയാവില്ല. വെട്ടുന്നെങ്കിൽ കടക്കലെന്നേ വെട്ടണം. ആരാണ് സ്വത്ത് എഴുതി കൊടുക്കാൻ പോകുന്നത്? അവരെ കൊല്ലണം. ദൈവമേ, അത് എളുപ്പമാണോ? എളുപ്പമല്ല, പക്ഷെ അത് നടത്തിയാൽ പിന്നെ തുല്യമായി വീതിക്കണമെന്നുള്ള നമ്മുടെ ആവശ്യത്തിന് ബലം കൂടും. വിശാലാക്ഷി അമ്മാൾ മരിക്കുന്നു. അപ്പോ വല്യമ്മാവൻ എഴുതി വെച്ച വിൽപത്രം വട്ടപൂജ്യം. പ്രസാദേ, ഒന്നും നോക്കാനില്ല, തട്ടിക്കളയുന്ന നല്ലത്. ഇല്ലേ നമ്മൾ വഴിയിലിറങ്ങി തെണ്ടേണ്ടി വരും. നമ്മളോട് സ്നേഹമില്ലാത്തവരെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? തട്ടിക്കള, അതാ നല്ലത്. പ്രസാദ് എന്ത് പറയുന്നു? എല്ലാവർക്കും അതാണ് പിന്നെ അഭിപ്രായമെങ്കിൽ ഞാൻ മാത്രം മാറി നിന്നിട്ട് എന്താ കാര്യം? കൊല്ലാം. അതെ, പ്രഭയുടെ അച്ഛനോടൊരു വാക്ക് ചോദിക്കണ്ടേ? ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല അറിവാ രാജഗോപാൽ സാറിന്. എനിക്കെങ്ങ വയ്യ. എന്നെ കണ്ടുടങ്ങി കടിച്ചു കയറാൻ വരും. വല്യമ്മാവ് ഇതുപോലൊരു സാധനത്തിന് വെച്ചോണ്ടിരുന്നത് ഞാൻ കാരണമെന്ന മട്ടിൽ അങ്ങയുടെ സംസാരം. അങ്ങേർക്ക് ഇപ്പൊ എന്നെ കണ്ണു കയറിയ കണ്ടു. അതിനാർക്കാ നിന്നെ കാണാവുന്നത്? എടേ, നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടാ. പക്ഷെ പുള്ളി ഇത് കണ്ടോണ്ട് മിണ്ടാതിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പാര വയ്ക്കും, ഉറപ്പാ. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ വഴി നോക്കാം, കാത്തിരിക്കാം. നമുക്കത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാം. കൊന്നുകളയാം, അല്ലേ? കൊല്ലാം. എന്താടാ? ആ. ആ. കൊല്ലുന്നോ? നീ എന്താടാ മോനെ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലായി. അവരെല്ലാരും കൂടെ ചേർന്ന് ആരെ കൊല്ലുമെന്ന്? വല്യമ്മായി കണ്ടില്ലേ, ലോണിൽ അങ്ങ് ദൂരെ മാറി നിന്ന് കുഞ്ഞമ്മമാരും മക്കളും സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അവര് സംസാരിച്ചത് വല്ലതും മുരുകൻ ചേട്ടൻ കേട്ട് കാണും. വീടിനകത്തിരുന്ന് സംസാരിച്ചാൽ നമ്മൾ ആരെങ്കിലും കേട്ടെങ്കിലോ എന്ന് കരുതിയായിരിക്കും അങ്ങ് ഗേറ്റിനടുത്ത് പോയി നിന്ന് സംസാരിക്കുന്നത്. വല്ല കൊതുകിനെയോ മൂട്ടയോ കൊല്ലുന്ന കാര്യമായിരിക്കും. നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. സംസാരിക്കാൻ വയ്യെങ്കിലും അവന് നല്ല കേൾവി ശക്തിയാ. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കുകയായിരിക്കും. എന്നെയും നിന്റെ അമ്മയും കൊല്ലാനുള്ള ദേഷ്യം കാണും നിന്റെ കുഞ്ഞമ്മമാർക്ക്. സ്വത്ത് മുഴുവൻ എൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വെക്കുമെന്ന് വല്യമ്മായി പറഞ്ഞില്ലേ? ആ സമയം മുതൽ എല്ലാവരുടെയും കണ്ണിൽ തീയായിരിക്കുന്നത്. എല്ലാവരും എന്നെ അമ്മയും നോക്കി ദഹിപ്പിക്കുക. പിന്നെ ഞാനും അവരുടെ രക്തമല്ലേ, എൻ്റെ കണ്ണിലും ഉണ്ടല്ലോ ലേശം തീയ്. അതുകൊണ്ട് ഞാൻ ദഹിച്ചില്ല. നിന്റെ അമ്മയുടെ അടുക്കളയിലുണ്ട്. ഞാൻ എയ്ത അമ്പ് ലക്ഷ്യത്തെ തന്നെ കൊണ്ടു. നിന്റെ അനിയത്തിമാരും മക്കളും വീണ്ടും ഗൂഢാലോചന തുടങ്ങി. ഇത് തന്നെയാ ഞാൻ ചേട്ടത്തിയോട് പറഞ്ഞത്. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരെ എൻ്റെ അനിയത്തിമാരെന്ന്. അവർ കൂടി നിന്നെന്തോ സംസാരിച്ചതിൽ ഒരു വാക്ക് മുരുകന്റെ കാതിൽ വീഴുന്നു. ആരെയോ കൊല്ലാൻ
അവർ പദ്ധതി തയ്യാറാക്കുകയാണെന്നാണ് അവൻ്റെ പേടി. ഞാൻ പറഞ്ഞു വല്ല കൊതുകിനെയോ പാറ്റയോ കൊല്ലുന്ന കാര്യമായിരിക്കുന്നു. ചേട്ടത്തിക്കെല്ലാം തമാശയാ. എന്റെ ഉറക്കമേ പോയി. അതാണ് സ്വത്തിൻ്റെ ഒരു മഹത്വം. പണം ഒരുപാടായാലും ഉറക്കം കുറയും, പണം തീരെ ഇല്ലാതായാലും ഉറക്കം കുറയും. ഉരുണ്ടமான உலகத்திலே ஒன்றும் புரியல, உண்மையது பொய்யது உணர முடியல. கடவுளே, ഓ, നീ ഇനിയും ഉറങ്ങിയില്ലേ? സമയം കുറേ ആയല്ലോ. ചാറ്റിങ്ങിലൂടെ നല്ല വല്ല പിള്ളേരെയും കിട്ടിയാൽ കൊള്ളാം. അച്ഛനെങ്ങോട്ടാ ഈ നേരത്ത്? ഒരാളെ കാണണം. നീ കിടന്നോ, ഞാൻ വൈകിയേ വരൂ. അച്ഛൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. എത്ര ദിവസം ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ദിവസം 2 ആയി. പ്രസാദ് ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ. കരുണാകരൻ മുതലാളിയുടെ സ്വത്ത് അവന് കിട്ടുമോ അതറിയട്ടെ. അതൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ. തൽക്കാലം മോൾ ഒരു ഗ്ലാസ് ചൂടുപാൽ കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അച്ഛൻ വരാൻ ലേറ്റ് ആകും. നാളെ സംസാരിക്കാം. അച്ഛനല്ലേ മുൻകൈ എടുക്കേണ്ടത്? അല്ല, കരുണാലയത്തിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ഇപ്പൊ ഒരു താല്പര്യമില്ലല്ലോ. എല്ലാ ആവേശവും അടങ്ങിയോ? നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവസാനം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോവും. പ്രസാദ് മാത്രമല്ല, എന്റെ ഇൻലോസ് കൂടെ അച്ഛന്റെ തലയിലാവും. മോളെ, എൻ്റെ ഈ രാത്രി യാത്ര തന്നെ അതുമായി ബന്ധപ്പെട്ടതാ. നിനക്കെന്നെ അറിയില്ലേ മോളെ? കിടന്നുറങ്ങാൻ നോക്ക്. ചെയ്യേണ്ടതൊക്കെ തക്ക സമയത്ത് അച്ഛൻ ചെയ്തോളും. പക്ഷേ ദിവസങ്ങൾ ഓരോന്നായി പോയിക്കൊണ്ടിരിക്കുക അച്ഛ. പ്രസാദിന് പിടികൊടുക്കാതെ, ഫോണിൽ പോലും ഒന്നും മിണ്ടാതെ എത്ര ദിവസം ഇങ്ങനെ കഴിയും? കിടന്നുറങ്ങാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ എന്നെ പഠിപ്പിക്കണ്ട.